എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിന്നൊരു നാരങ്ങ, ഈത്തപ്പഴം, ശർക്കര എന്നിവ കൊണ്ടൊരു അച്ചാറാണ് ഇവിടെ തയ്യാറാക്കാൻ പോകുന്നത്. അതിനുവേണ്ടി ഒരു വലിയ കറി നാരങ്ങയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇതൊന്ന് കട്ട് ചെയ്ത് എടുക്കാം. ഇതിൻ്റെ തൊലി ചെത്തിക്കളയേണ്ട ആവശ്യമില്ല. അതിൻ്റെ കുരു കളഞ്ഞ് കട്ട് ചെയ്തെടുക്കാം. നാരങ്ങ ഒരു ബൗളിലേക്ക് മാറ്റാം. അതിലേക്ക് 3 ടേബിൾ സ്പൂൺ ഉപ്പ് ചേർക്കാം. അര ടീസ്പൂൺ കായപ്പൊടി ചേർക്കാം. ഇത് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഈ 200 ഗ്രാം ഈത്തപ്പഴം കുരു കളഞ്ഞതാണ്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ വിനീഗർ കൂടി ചേർത്ത് ഈത്തപ്പഴം ഒന്ന് സോഫ്റ്റാക്കി എടുക്കാവുന്നതാണ്. വിനീഗർ ചേർക്കുമ്പോൾ ഈത്തപ്പഴം നന്നായിട്ട് സോഫ്റ്റായിട്ട് വരും. ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് 2.5 ടേബിൾ സ്പൂൺ നല്ലെണ്ണ ഒഴിച്ച് കൊടുക്കാം. എണ്ണ നന്നായി ചൂടായതിനു ശേഷം അതിലേക്ക് 1/2 ടീസ്പൂൺ കടുക് ചേർക്കാം. ഒരു 2 വറ്റൽമുളക് ചേർക്കാം. ഒരു 3 തണ്ട് കറിവേപ്പില കൂടി ചേർക്കാം. ഇനി ഇഞ്ചി കൊത്തിയരിഞ്ഞതും വെളുത്തുള്ളി കൊത്തിയരിഞ്ഞതും അതിലേക്ക് ചേർക്കാം. ഇനി ഒരു 4 പച്ചമുളക് ചെറുതായി അരിഞ്ഞ് അതിലേക്ക് ചേർക്കാം. ഇത് നന്നായി മൂത്ത് വന്നതിന് ശേഷം ഇത് ഏകദേശം മൂത്ത് വന്നിട്ടുണ്ട്. അതിനുശേഷം 2 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും
ഒരു 1/4 ടീസ്പൂൺ ഉലുവ പൊടിച്ചതും കൂടി ചേർക്കാം. എന്നിട്ട് നന്നായി ഒന്ന് അതിൻ്റെ പച്ചമണം പോകുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കാം. ശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന നാരങ്ങ അതിലേക്ക് ചേർക്കാം. നന്നായി ഇളക്കി യോജിപ്പിക്കാവുന്നതാണ്. നന്നായി ഇളക്കി യോജിപ്പിക്കുക. അതിനുശേഷം നമ്മളെടുത്ത് വച്ചിരിക്കുന്ന ഈത്തപ്പഴം ഇതിലേക്ക് ചേർക്കാം. ഇതൊന്ന് മീതപ്പുറത്ത് ഇട്ടിട്ട് ഒന്ന് അടച്ച് വേവിക്കാം. അടച്ച് വെച്ചപ്പോൾ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. നമുക്ക് ഒന്ന് ഇളക്കി യോജിപ്പിക്കാവുന്നതാണ്. നാരങ്ങയും ഈത്തപ്പഴവും വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഒരു 50 ഗ്രാമോളം ശർക്കര കൂടി അതിലേക്ക് ചേർക്കാം. ഇത് ഒന്നുകൂടി ഒന്ന് അടച്ച് വെച്ച് വേവിക്കാം. അടച്ച് നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ശർക്കരയും ഈത്തപ്പഴവും നാരങ്ങയും കൂടി നന്നായി വെന്ത് വന്നിട്ടുണ്ട്. അതിൽ കുറച്ച് ഉപ്പ് കൂടി ചേർക്കാം. ഇച്ചിരി ഉപ്പ് കുറവുണ്ടായിരുന്നു, കുറച്ച് ഉപ്പ് കൂടി ചേർത്തു. നന്നായി ഒന്ന് ഇളക്കി എടുക്കാം. അച്ചാർ നന്നായിട്ട് വന്നിട്ടുണ്ട്. ഇത് ഒരാഴ്ചയൊക്കെ കഴിഞ്ഞിട്ട് എടുത്ത് ഉപയോഗിക്കുന്നതാണ് നല്ലതായിരിക്കും. പെട്ടെന്നെടുത്ത് ഉപയോഗിക്കുന്നതിനേക്കാളും ഒരാഴ്ച കഴിഞ്ഞ് ഉപയോഗിക്കുന്നതാണ് നല്ലത്. എല്ലാവരും ഇതൊന്ന് തയ്യാറാക്കി നോക്കണം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, കമൻ്റ് അറിയിക്കണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.